സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ക്ഡൗണിൽ ചില ഇളവുകളൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ പോവുകയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ജൂൺ 5 മുതൽ ജൂൺ 9 വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇനി എന്തൊക്കെയാണ് നിയന്ത്രണങ്ങളെന്ന് നമുക്ക് നോക്കാം. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണന സ്ഥാപനങ്ങൾ ജൂൺ 4 രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. ജൂൺ 5 മുതൽ ജൂൺ 9 വരെ ഇവയ്ക്ക് പ്രവർത്തനാനുമതി ഉണ്ടാവുകയില്ല. ആവശ്യ വസ്തുക്കളുടെ കടകൾ, അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് മാത്രമേ ജൂൺ 5 മുതൽ 9 വരെ പ്രവർത്തനാനുമതി ഉണ്ടാവുകയുള്ളൂ. ജൂൺ 4 പാഴ്വസ്തു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാം. അതുപോലെ തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ തുടങ്ങിയവ 50% ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജൂൺ 10 മുതലാണ് പ്രവർത്തിക്കുക. നേരത്തെ ഇത് ജൂൺ 7 എന്നായിരുന്നു നിശ്ചയിച്ചത്. സംസ്ഥാനത്തിനകത്ത് യാത്രാനുമതിയുള്ള ആളുകൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കരുതിയാൽ മതി. അതുപോലെ തന്നെ കോവിഡ് മരണങ്ങൾ നിലവിൽ സംസ്ഥാന തലത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. അത് ജില്ലാ തലത്തിലാക്കുന്നത് ആലോചിക്കും. അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലുള്ള മരണമാണെന്ന് കൃത്യമായ മാനദണ്ഡം ഡോക്ടർമാർ നിശ്ചയിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 3ാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാനുള്ള നടപടികൾ ആരംഭിച്ചു. സാധാരണ നിലയിലുള്ള ജാഗ്രത തുടരണം. ആൾക്കൂട്ടമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിഥി തൊഴിലാളികൾക്ക് വാക്സിൻ വിതരണം ചെയ്യും. ഇവരെ ഇടയ്ക്കിടെ പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കും. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ മുഴുവൻ പേരെയും വാക്സിനേറ്റ് ചെയ്യും. ലക്ഷണങ്ങളിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കും. ജനിതക പഠനവും നടത്തും. അതേപോലെ തന്നെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും പുതിയ റബ്ബർ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനും അനുമതി നൽകും. മാലിന്യം നീക്കം ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രവർത്തനാനുമതി നൽകും. ഫ്ളാറ്റുകളിൽ കോവിഡ് പോസിറ്റിവിറ്റി ശ്രദ്ധയിൽപ്പെട്ടാൽ മുന്നറിയിപ്പ് നൽകണം. ഏത് ഫ്ളാറ്റിലാണ് രോഗബാധിതയുള്ളതെന്ന് നോട്ടീസ് ബോർഡിൽ അറിയിക്കണം. ജാഗ്രത ഉറപ്പാക്കാനാണിത്. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും നഗരസഭ, പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിക്കണം. ഈ ചുമതലകൾ അതത് ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷനുകൾ നിർബന്ധമായും ഏറ്റെടുത്ത് നിറവേറ്റണം. ഫ്ളാറ്റുകളിലെ ലിഫ്റ്റ് ദിവസേന 3 തവണയെങ്കിലും സാനിറ്റൈസ് ചെയ്യണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അപ്പോൾ ഇത്രയും നിയന്ത്രണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അതോടൊപ്പം കാണുന്ന